നമസ്കാരം കൂട്ടുകാരെ, സുഖമായിരിക്കുന്ന നിങ്ങളെല്ലാവരും. ഞാൻ ചിന്തിക്കട്ടെ, ഞാനും സുഖം. നമുക്ക് അവിടുത്തെ പാഠത്തിലേക്ക് പോയാലോ? ഇവിടുത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. സീനിയർ ക്ലാസ്സിന്റെ 4ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പാഠത്തിന്റെ തലക്കെട്ട് നിഗളത്തിന്റെ ഫലം എന്നുള്ളതാണ്. ദാനിയേൽ 4-5 അധ്യായങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ പാഠം മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-6-7 വാക്യങ്ങളിൽ പറയുന്ന മനപ്പാട് വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ വാക്യം ഒന്ന് കാണാൻ പഠിച്ചോടെ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വിലപ്പെട്ട ഒരു പാഠമാണ്. ഓർമ്മിക്കേണ്ട ഒരു പാഠമാണ്. ജീവിതത്തിൽ എല്ലാ കാര്യവും ഓർത്തിരിക്കേണ്ട ഒരു പാഠം കൂടിയാണ്. പറഞ്ഞുള്ള തലക്കെട്ട് നിഗളത്തിന്റെ ഫലം എന്നുള്ളതാണ്. അറിവില്ലായ്മയുടെ പരിണിത ഫലം. ശരിക്കും നിഗളം എന്ന് പറയുന്നത് ഒരു അറിവില്ലായ്മയല്ല, അത് ഇഗ്നറൻസ് അല്ല. മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞിട്ടും അനുസരിക്കാൻ മനസ്സില്ലാതെ അത് മനഃപൂർവ്വം അവഗണിക്കുന്നതിനെയാണ് നിഗളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പാഠവും നമുക്ക് ദാനിയേൽ പ്രവചനത്തിന് അടിസ്ഥാനമാക്കി പോകുമ്പോൾ നിഗളം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് മനസ്സിലാക്കാനുള്ള പാഠത്തിലേക്കാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയിൽ നമുക്ക് വിജയമുണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനം ലഭിച്ചാൽ, ഒരു റാങ്ക് ലഭിച്ചാൽ, നല്ല മാർക്ക് കിട്ടിയാൽ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളത്തിൽ വരുന്നൊരു കാര്യമാണ് നിഗളം അല്ലെങ്കിൽ അഹങ്കാരം. ഇതൊക്കെ എന്റെ കഴിവാണെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് നിഗളം, അഹങ്കാരം. സദൃശവാക്യം 14-18 പറയുന്നു: നാശത്തിന് മുൻപേ നിഗളം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. നിഗളം നമ്മെ സത്യത്തിൽ അന്ധന്മാരാക്കും. ദൈവം തന്ന സ്ഥാനമാനങ്ങൾക്ക് നമ്മൾ ദൈവത്തോടെ എല്ലാ കാലത്തും നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനിയും ലോക ചരിത്രത്തിൽ ഏറ്റവും ശക്തനായ രാജാക്കന്മാരുടെ ഒരാളായിരുന്ന നെബൂഖദ്നേസറിന്റെ വീഴ്ചയെക്കുറിച്ച് നമ്മളത് പഠിക്കാൻ പോവുകയാണ്. നെബൂഖദ്നേസർ രാജാവും ദൈവത്തിന്റെ വെളിപ്പാടുകളും. ബാബിലോൺ സാമ്രാജ്യം ആരംഭിക്കുന്നത് BC 605-ലാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. ചരിത്രത്തിന്റെ ഭാഗമാണ് നെബൂഖദ്നേസർ. ലോക മഹാത്ഭുതങ്ങളിൽ 7 അത്ഭുതങ്ങളിൽ അത്ഭുതമായിരുന്നു തൂക്കുമരം, ഹാങ്ങിങ് ഗാർഡൻ. അത് സൃഷ്ടിച്ച് നിർമ്മിച്ചത് ഈ നെബൂഖദ്നേസറാണ്. എന്നാൽ ഇത്രയും വലിയ രാജാവായ നെബൂഖദ്നേസറിന് തന്നേക്കാൾ വലിയവനായൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ ദൈവം 3 അവസരങ്ങൾ പ്രധാനമായി കൊടുത്തു. എന്നിട്ടും നെബൂഖദ്നേസർ ദൈവത്തെ മറന്നു, അഹങ്കരിച്ചു. അതിന്റെ ഫലവും തനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒന്നാമത്തെ അവസരം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവമാണ്. രാജാവ് ഒരു സ്വപ്നം കണ്ടു, അത് മറന്നുപോയി. അവിടെയുള്ള സകലരെയും വിളിച്ചു നോക്കി, മന്ത്രവാദികളെയും ശകനവാദികളെയൊക്കെ വിളിച്ച് ഇത് വിശദീകരിക്കാൻ ചോദിച്ചു. ആർക്കും അറിയില്ല. അങ്ങനെയാണ് ദാനിയേലിനെ വരുത്തിയത്. ദാനിയേൽ മറന്നുപോയ സ്വപ്നവും അതിന്റെ അർത്ഥവും വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് നെബൂഖദ്നേസർ മനസ്സിലായി, ജീവിക്കുന്നൊരു ദൈവമുണ്ട്. താൻ വിളിച്ചു പറയുകയും ചെയ്തു, ദാനിയേലിന്റെ ദൈവമാണ് ദൈവം, മറ്റൊരു ദൈവം ഇല്ല. അതുകൊണ്ട് ആ ദൈവത്തെ എല്ലാവരും ആരാധിക്കണം. ഇതുപോലെ വലിയ ദൈവമെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു തനിക്ക് മനസ്സിലായതുമാണ്. 2ാമത്തെ സംഭവം എന്ന് പറയുന്നത് തീച്ചൂളയിൽ ശദ്രക്കിനെയും മേശകിനെയും അബേദ്നെഗോവിനെയും വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു: നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളയുടെ 4ാമതൊരുത്തൻ നടക്കുന്നത്, ദൈവപുത്രനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന് പ്രത്യക്ഷത ഉണ്ടായത് മാത്രമല്ല, ഇനി വേറൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നത്, ഇത് മാത്രമേ ഉള്ളൂ ദൈവമെന്ന് സത്യത്തിൽ ലോകത്തോട് ഒഴി വിളിച്ചു പറഞ്ഞ് ഈ സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച ആളാണ് നെബൂഖദ്നേസർ രാജാവ്. 3ാമത്തെ സംഭവം 4-ാം അധ്യായത്തിലെ ഒരു സ്വപ്നം തനിക്ക് ദൈവം നൽകിക്കൊണ്ടാണ്. ഒരു വലിയ വൃക്ഷം വെട്ടിയിടുന്നതായി ഒരു സ്വപ്നം കാണുകയാണ്. രാജാവ് അഹങ്കരിച്ചാൽ അധികാരം നഷ്ടപ്പെടുമെന്ന ദൈവത്തിന്റെ മുന്നറിയിപ്പായിരുന്നു അത്. എന്നിട്ടും തനിക്ക് ദൈവത്തെ അറിയാനും മാനസാന്തരപ്പെടാനും ദൈവം 12 മാസം കൊടുത്തു, 1 വർഷം കൊടുത്തു. ഇനിയും നമ്മൾ കാണാൻ പോകുന്ന അടുത്ത നമ്മുടെ വീഴ്ചയും ശിക്ഷയുമാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഭയങ്കര രാജധാനി ഉണ്ടാക്കി, ഭയങ്കര കൊട്ടാരങ്ങൾ പണിതു, മാളിക മുറികൾ ഉണ്ടാക്കി, വലിയ മതിലുകൾ പണിതു. ഒരു ദിവസം ഇങ്ങനെ മതിലിന്റെ മുകളിലൂടെ മാളിക മുറിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താൻ ഉണ്ടാക്കിയെടുത്ത തൂക്കരവും ബാബിലോൺ നഗരവും ഒക്കെ താനൊന്ന് കണ്ടു. നോക്കിയിട്ട് താൻ പറയുകയാണ്, ഇത് ഞാൻ എന്റെ പ്രഥമ മഹത്വത്തിനായിട്ട് ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ? അങ്ങനെ താൻ തന്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആ വാക്ക് നാവിലിരിക്കുമ്പോൾ തന്നെ അവന് മനസ്സ് മാറി. പെട്ടെന്നൊരു മാനസിക രോഗം അവനെ പിടിച്ചു.
അവന്റെ രീതികൾക്ക് വ്യത്യാസം വന്നു. ബോവന്ത്രോപ്പി എന്ന് പറയുന്ന ഒരു മാനസിക രോഗം അവന് പിടിക്കുകയാണ്. അവനെന്നിട്ട് തോന്നുകയാണ് തന്നെ മൃഗമായി എന്ന്. അതെ, അവൻ മൃഗതുല്യനായി. അവൻ കൊട്ടാരത്തിന് താമസം മാറ്റി നേരെ കാട്ടിലേക്ക് കയറി മൃഗങ്ങളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അവിടുത്തെ പുല്ല് തിന്നു മൃഗത്തെ പോലെ ജീവിച്ചു. ആ അവസ്ഥയിൽ 7 വർഷം ആ കാട്ടിൽ മൃഗതുല്യനായി ജീവിച്ചു. ഏറ്റവും ഉയർന്ന നിലയിലുണ്ടായിരുന്ന രാജാവ് മൃഗതുല്യനായി മാറിയത് അവന്റെ നിഗളം കൊണ്ടാണ്. പക്ഷേ 7 വർഷം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ നോക്കി സ്തുതിച്ചു. ദൈവം ഒരു പുതിയൊരു ഹൃദയം കൊടുത്തു, അവനെ മാറ്റി, അവന് ബുദ്ധി തിരിച്ചു കൊടുത്തു, രാജ്യം തിരിച്ചു കൊടുത്തു. അഹങ്കാരം നശിപ്പിക്കുന്നത് താഴ്മ വീണ്ടെടുക്കും എന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന വലിയ ഒരു പാഠം. ഇനിയും അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് ബെൽഷസ്സർ എന്ന് പറയുന്ന അടുത്ത രാജാവിന്റെ അടുക്കിലേക്കാണ്. നെബൂഖദ്നേസറിന്റെ കൊച്ചുമകനായിരുന്ന ബെൽഷസ്സർ. വർഷങ്ങൾ കഴിഞ്ഞു. ഈ നെബൂഖദ്നേസർ ചെയ്ത പാപവും ശിക്ഷയും തന്റെ വല്യപ്പന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ബെൽഷസ്സറിന് അറിയാമായിരുന്നു. എങ്കിലും മനഃപൂർവ്വം താൻ അവഗണിച്ചു. ഒരു ദിവസം രാജാവ് വലിയൊരു വിരുന്ന് നടത്തി. ദൈവാലയത്തിൽ നിന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടുവന്ന് എടുത്തുകൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾ വീഞ്ഞൊഴിച്ച് കുടിച്ചു. വിഗ്രഹങ്ങളെ ആരാധിച്ചു. ദൈവത്തെ പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. അപ്പോൾ തന്നെ ചുവരിൽ ഒരു വിരൽ പ്രത്യക്ഷപ്പെട്ടു. ചില വാക്കുകൾ എഴുതി. അതിങ്ങനെയായിരുന്നു: മെനെ മെനെ തെക്കേൽ ഉഫർസീൻ. ഇതിന്റെ അർത്ഥം ആർക്കും പറയാൻ പറ്റിയില്ല. പക്ഷെ ദാനിയേൽ പറഞ്ഞു കൊടുക്കുകയാണ്. മെനെ എന്ന് പറഞ്ഞാൽ മെനെ മെനെ, ദൈവം നിന്റെ ഭരണകാലം വേണ്ടി അതിന് അവസാനം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് പറഞ്ഞാൽ നിന്റെ ത്രാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പേരേസ് അല്ലെങ്കിൽ ഉപർ സീൻ, നിന്റെ രാജ്യം വിഭജിക്കപ്പെട്ട് മേദ്യർക്കും പാർസ്യർക്കും നൽകപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ വായിക്കുന്നത് അന്ന് രാത്രി തന്നെ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു, ബാബിലോൺ തകർന്നു, അടുത്ത ഭരണാധികാരി അധികാരത്തിൽ വന്നു. എന്താണ് കൂട്ടുകാരെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന പാഠം? ഒന്ന്, ഈ വലിയ രാജാക്കന്മാരെ ദൈവം ശിക്ഷിച്ചെങ്കിൽ അഹങ്കാരക്കാരിയാൽ ദൈവം നമ്മൾ വെറുതെ വിടുമോ? അഹങ്കാരം അല്ലെങ്കിൽ നിഗളം നമ്മെ അന്ധന്മാരാക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നേട്ടമായി കാണുന്നത് തെറ്റാണ്. സ്വന്തം നേട്ടമായി കാണുന്നത് തെറ്റാണ്. ദൈവത്തിന്റെ അനുഗ്രഹമായി കാണണം. 2, മുന്നറിയിപ്പുകൾ നാം അവഗണിക്കരുത്. ദൈവം നമുക്ക് തിരുത്താൻ അവസരം നൽകും, അത് കണ്ടില്ലെന്ന് നാം നടിക്കരുത്. 3-ാം അധ്യായം, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ഒരു ദൈവമുണ്ട്. 1 പത്രോസ് 5-6 വാക്യം, ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവർ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ചില ചോദ്യങ്ങൾ ചർച്ചയ്ക്ക് മുമ്പോട്ട് വെച്ചാൽ, നെബൂഖദ്നേസർ ദൈവം നൽകിയ 3 വെളിപ്പാടുകൾ എന്തൊക്കെയായിരുന്നു? 2, അറിവില്ലായ്മയും അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അനുസരിക്കാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെ താഴ്മയോടിരിക്കണം? ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണേ. ഈ ആഴ്ച നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ നേട്ടങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ മറന്നു പോകാറുണ്ടോ? മറന്നു പോകരുത് കേട്ടോ. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഈ പാഠവും നിർത്തുകയാണ്. ദൈവത്തിനെ സഹായിക്കട്ടെ.